ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്നൊരു പിറ്റപ്പ് ആൻഡ് കോളർ വെച്ചിട്ട് ഹക്കോബ മെറ്റീരിയലിലും ചെക്സിലും ചെയ്യുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. കിഡ്സിൻ്റെ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ റെഡിൽ വരുന്ന ചെക്സാണ് കേട്ടോ എടുത്തേണത്. അത് ഞാനൊരു 1.25 മീറ്റർ എടുത്തിട്ടുണ്ട്. ഒരു ഹക്കോബേൻ്റെ മെറ്റീരിയൽ 3/4 മീറ്ററും അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. സ്കേർട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു അലവൻസ് വിട്ടിട്ട് 5.5 ഇഞ്ചാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ട് പോർഷനാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ടോട്ടൽ ഒരു റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 11, അതിൻ്റെ പകുതിയാണ് കേട്ടോ 5.5 ഇഞ്ച്. എ ലൈനിലാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു കട്ടിങ് വരുന്നത്. അപ്പോൾ അതിന് ലെങ്ത്ത് 13.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അടിയിൽ നമ്മൾ പ്ലീറ്റിൻ്റെ പോർഷൻ ഉണ്ട്, അതിന് എക്സ്ട്രാ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 13.5 ഇഞ്ചിലാണ് ലെങ്ത്ത് അടയാളപ്പെടുത്തിയത്. അതിൻ്റെ ഫ്ലെയർ ഫോൾഡ് ചെയ്തിട്ടിട്ട് 9 ഇഞ്ച് എടുത്തിട്ട് സീം അലവൻസ് ഒക്കെ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇത് കട്ട് ചെയ്യണത്. പിന്നെ നമുക്ക് മുകളിൽ, അതായത് നമ്മുടെ സ്കേർട്ടിൻ്റെ മുകളിൽ ഒരു വേസ്റ്റ് ബാൻഡ് വരുന്നുണ്ട്, അതൊരു 1.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ 13 1.5 എന്ന് പറയുമ്പോൾ 15.5 ഇഞ്ച് ടോട്ടൽ നമ്മളുടെ എ ലൈനിൻ്റെ വേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ താഴ്ത്തോട്ട് വേറൊരു പ്ലീറ്റിൻ്റെ പോർഷനും കൂടി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് വെച്ചിട്ട് ബാക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ ബാക്ക് എ ലൈൻ വരുമ്പോൾ എയുടെ ഒരു ഷേപ്പാണല്ലോ വരുന്നത്. അപ്പോൾ ബാക്കിൽ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് എക്സ്ട്രാ ഞാനത് സ്ട്രെയിറ്റ് ഈ ഒരു വീഡിയോയിൽ കാണണ പോലെ എക്സ്ട്രാ ഒരു കുറച്ചും കൂടി നമ്മൾ ഒരു വിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തേനെ. അപ്പോൾ ഈ ബാക്കും ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എ ലൈൻ ആയതുകൊണ്ട് തന്നെ ആ സൈഡിൽ നമ്മളൊന്ന് ചെരിച്ച് വെട്ടണം. അപ്പോൾ 1.5 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് ഞാനത് ചെരിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു ചെക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ടുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പം നമ്മൾ എ ലൈൻ കട്ട് ചെയ്തത് 13.5 ഇഞ്ചിലാണ്. കാരണം 1.5 ഇഞ്ച് ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് ബാൻഡും നമ്മുടെ 13.5 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് കിട്ടും. പിന്നെ ബാലൻസ് ഉള്ളത് 5 ഇഞ്ചാണ് പ്ലീറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മടക്കി അടിക്കാനുള്ള ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2 പീസും കൂടി പ്ലീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2 പീസ് നമ്മളിടുന്ന പ്ലീറ്റിൻ്റെ ഒരു വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. 5 ഇഞ്ച് നമ്മൾ പ്ലീറ്റിന് കൊടുത്ത ബാലൻസ് ഉള്ളത് നമുക്ക് 15 ഇഞ്ചാണ്. 1.5 ഇഞ്ച് ബാൻഡിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാൻഡ് നമ്മുടെ വേസ്റ്റ് ബാൻഡ് വക്കറുണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യണത്. 12 ഇഞ്ചിലാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഫ്രണ്ടിലോട്ട് 11 ഇഞ്ച് മതി. 1/2 ഇഞ്ച് സൈഡിലോട്ട് സീം അലവൻസ് അടക്കം വിട്ടിട്ടാണ് 12 ഇഞ്ചിൽ കട്ട് ചെയ്താണത്. നമ്മുടെ സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. 11 ഇഞ്ച് ഫ്രണ്ടിലും 11 ഇഞ്ച് ബാക്കിലും. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ബാക്കിൽ കൊടുക്കണോണ്ട് 11 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ റൗണ്ട് വരണേന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് ഞാനൊരു 9 ഇഞ്ചിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ച് വിട്ടിൽ നമ്മൾ ആ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ വക്രം നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ആദ്യമേ തന്നെ നമ്മൾ അയൺ ചെയ്തിട്ട് മുകളിലുള്ള ഒരു 1/2 ഇഞ്ച് മടക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ വേസ്റ്റ് ബാൻഡ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുക്കണേ കേട്ടോ. ഇനി നമ്മൾ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഒരു 5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ട് 4 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോളർ ആയതുകൊണ്ട് തന്നെ ഫുൾ ഷോൾഡർ 10 ഇഞ്ചാണ് ഷോൾഡർ, അതിൻ്റെ ഹാഫാണ് എടുത്തത്. ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ് വന്നത്. അതായത് 22 ഇഞ്ചാണ് ചെസ്റ്റ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ റൗണ്ട് 5.5 ഇഞ്ച്. അതായത് 20 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ സ്റ്റൊമക്ക് ഉണ്ടല്ലോ, അതിൻ്റെ റൗണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ബാലൻസ് നമ്മൾ ചെയ്യണ പോലെ തന്നെ സൈഡിലോട്ട് 2 ഇഞ്ച് സീം അലവൻസും അടിയിലോട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൂടി ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ആം ഹോള് കുഴിച്ചു വെട്ടാണ് ചെയ്യണത്. അപ്പോൾ ബാക്കിലെ ആം ഹോളിൻ്റെ അളവ് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലെ ആം ഹോള് നമ്മളൊന്ന് കുഴിച്ചു വെട്ടുന്ന രീതിയിലുള്ള അളവിലൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ നെക്കാണ് കേട്ടോ. അപ്പം ഞാനൊരു 1.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്തത്. 2 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കമാണ് ഞാൻ മാർക്ക് ചെയ്തത്. സ്റ്റിച്ച് ചെയ്യാനുള്ളതും കൂടി വിട്ടിട്ടാണ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. എക്സാക്റ്റ് 1.25 നെക്കിൻ്റെ ലെങ്ത്ത് 2.25 ആണ് വരുന്നത്. അപ്പോൾ ഈ ലൈനിങ്ങിന് നമ്മൾ 1.5
രണ്ടും മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ശേഷം ബാക്കിൽ ഞാൻ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹുക്ക് വെക്കാനുള്ള ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം ഫ്രണ്ട് മാർക്ക് ചെയ്തേണത് വെച്ചിട്ട് നമ്മൾ ബാക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ മാർക്ക് ചെയ്തേണ അളവുകളെല്ലാം നമ്മളൊരു ട്രേസിംഗ് വെയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ അളവുകളെല്ലാം തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ആം ഹോൾ നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ട് മറക്കരുത്. ശേഷം നമ്മൾ മേടിച്ചതിന് ഹക്കോബ മെറ്റീരിയലിൽ ഈ ഫ്രണ്ടിൻ്റെ പോർഷനും ബാക്കിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മെറ്റീരിയലും ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ നെക്കും കൂടിയും ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്യൂസിങ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുന്നത് കോളറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്യൂസിങ് പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിലുള്ള ഒരു സീം അലവൻസ് ലൈനിങ്ങിൽ എത്രയാണോ വിട്ടേണത് അത്രയും സീം അലവൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ ഞാൻ നെക്കിൻ്റെ വൈഡ് 1.25 കൊടുത്തത്. പക്ഷെ ക്യാൻവാസിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അതിനുശേഷം ലെങ്ത്ത് 2.25 ഇഞ്ചും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ്ങിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതൽ വിട്ടിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അലവൻസ് ആണ് കേട്ടോ. അതിനുശേഷം ഇതുപോലെ റൗണ്ട് നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ശേഷം സെൻറ്ററിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ പീറ്റർ പാൻ കോളറിന് നോർമലി റൗണ്ട് ആണ് വരാറ്. പക്ഷേ ഇതങ്ങനെയല്ല. സെൻറ്ററിൽ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പ് കൊടുത്തിട്ട് 1.5 ഇഞ്ച് വൈഡാണ് കേട്ടോ ഈ ഒരു കോളറിന് ഞാൻ മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് 2 വേണമെങ്കിൽ 2 മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് വേണം നമ്മളുടെ ഈ ഒരു കോളറിൻ്റെ വിഡ്ത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഈ അമ്പർല സ്കേർട്ടിനൊക്കെ മാർക്ക് ചെയ്യില്ലേ അതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു ഫ്യൂസിങ് പേപ്പറിൻ്റെ ഒരു പശ വരണ ഭാഗം നമ്മളുടെ ഈ മെറ്റീരിയലിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള അലവൻസ് വിട്ടിട്ട് ഇതുപോലെ റൗണ്ടിൽ തന്നെ നമ്മൾ കട്ടിങ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു പീസിൻ്റെ അതായത് നമ്മളുടെ ഈ ഒരു ഫ്യൂസിങ് പേപ്പർ ഒട്ടിച്ചണ പീസിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള സീം അലവൻസ് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ആ ഒരു സെൻറ്റർ ഞാൻ കട്ട് ചെയ്ത് കളയണുണ്ട്. അത് നമുക്ക് തിരിച്ച് മറിച്ചെടുക്കുമ്പോൾ നെക്ക് കൃത്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം തിരിച്ച് അത് അടിച്ചെടുക്കാനുള്ള ഒരു എക്സ്ട്രാ പീസ് ഉണ്ടല്ലോ അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ എക്സ്ട്രാ കൂടുതൽ വിട്ടിട്ട് ആം ഹോളിനേക്കാളും ഡബിൾ വിട്ടിട്ട് 3 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു പീസ് ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എക്സ്ട്രാ ആം ഹോളിൻ്റെ ഡബിൾ വിടണത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രിൽസ് സ്ലീവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആം ഹോൾ ഇപ്പോൾ ഒരു 10 ഇഞ്ചാണെങ്കിൽ 20 ഇഞ്ചായിരിക്കണം ആ ഒരു സ്ട്രെയിറ്റിൻ്റെ ആ ഒരു പീസ് വരേണ്ടത്. സ്കേർട്ടാണ് കേട്ടോ നമ്മളിനി ആദ്യം സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ലൈനിങ് മെയിൻ പീസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗം ചെയ്ത് വെച്ചാണ് നമ്മളുടെ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ അതാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ സ്കേർട്ടിൻ്റെ റോങ് സൈഡിലോട്ട് വെക്കണം. ലൈനിങ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് നമ്മളുടെ ഈ ഒരു വേസ്റ്റ് ബാൻഡ് വെച്ചിട്ട് ആ എക്സ്ട്രാ വിട്ടാണ് സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒരു ഭാഗത്ത് കൂടുതൽ വിട്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഈ ഒരു വേസ്റ്റ് വക്രത്തിൻ്റെ കൂടെ നമ്മളത് കൂട്ടി അടിച്ചിട്ടില്ല. നമ്മൾ എക്സ്ട്രാ വിട്ടാണ് സീം അലവൻസ് മാത്രമാണ് ഇത് യോജിപ്പിച്ചെടുത്തേണ്ടത്. അതിനുശേഷം ആ ഒരു സീം അലവൻസ് നമ്മളൊന്ന് പതിച്ചടിക്കുന്നുണ്ട് വക്രം ഒട്ടിച്ചാണ് ആ ഒരു പീസായിട്ട്. ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ആ വക്രത്തിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ നേരത്തെ കട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ എ ലൈനായിട്ട് കട്ടിങ് വരുന്നത് 13.5 ഇഞ്ചിലാണ് ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം 1.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. ഇനി അടിയിലോട്ട് ഒരു 5 ഇഞ്ചിൻ്റെ പ്ലീറ്റിൻ്റെ ഭാഗം വരുന്നുണ്ട്. പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ 5 ഇഞ്ചിലാണ് അതിൻ്റെ ഒരു ലെങ്ത്ത് വരാം. അപ്പോൾ ഈ ഒരു 15 ഇഞ്ചിൻ്റെ എ ലൈനും ഈ ഒരു 5 ഇഞ്ചിൻ്റെ ഈ ഒരു പ്ലീറ്റിൻ്റെ പോർഷനും കൂടി വരുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് കൃത്യമായിട്ട് തന്നെ 20 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിൻ്റെ ഫ്ലെയർ അനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ യോജിപ്പിച്ച് വെച്ചേന ഈ ഒരു ഫ്രണ്ടിൻ്റെ എ ലൈൻ പീസ് ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗത്ത് ഇതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്.
ഇനി അടുത്ത സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിലൊരു വൈറ്റ് കളർ ക്രോഷ്യോൻ്റെ ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രം ആ ഒരു ജോയിനിങ് വന്നേണ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഈ പ്ലീറ്റിൻ്റെ ഭാഗം, അവിടെ ഈ ഒരു ക്രോഷ്യോൻ്റെ ലേസ് ഒന്ന് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ അതൊരു ബാലൻസ് പീസ് ഇത്രയും ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്കും വേറെയാണ്. അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും ലേസ് തുടങ്ങുന്നിടത്തും അതിൻ്റെ എൻഡ് പോർഷനിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിലെ പീസ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ബാക്കിൽ ഞാൻ ലേസ് ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ബാക്കിലും ലേസ് വെക്കാം, കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചാണ് ഒരു 5 ഇഞ്ചിൻ്റെ വിട്ട് വരുന്നത് 5 ഇഞ്ചും വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമ്മളുടെ ഈ സ്കേർട്ടിൻ്റെ ഇലേൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു പീസ് മുകളിൽ വേസ്റ്റ് ഭാഗത്തായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ശേഷം ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് നമ്മൾ സൈഡ് ജോയിനിങ് ആണ് ചെയ്യുന്നത്. സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആ ഒരു വേസ്റ്റ് ബാൻഡ് വെച്ചേണ ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിൽ ആ ഒരു എക്സ്ട്രാ നമ്മളുടെ ഇലാസ്റ്റിക് വരാനായിട്ട് ജോയിൻ ചെയ്ത ആ ജോയിനിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം കേട്ടോ വെക്കാൻ. വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലാതെ നമ്മളുടെ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തേണ ആ ഒരു പീസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെക്കരുത്. കാരണം ഇലാസ്റ്റിക് മടക്കിയടിച്ച് വരണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് ഞാൻ എവിടെയാണ് ഞാൻ ഈ വേസ്റ്റ് ബാൻഡ് വെച്ചത് വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. നമ്മളുടെ ഇലാസ്റ്റിക് വെക്കാനായിട്ട് ജോയിൻ ചെയ്തേണ പീസ് സ്റ്റിച്ച് ചെയ്തേണതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കണം നമ്മളുടെ വേസ്റ്റ് ബാൻഡ് വെക്കാനുണ്ട്. ഞാൻ ഈ ഒരു സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ബാൻഡ് എവിടെയാണ് വെക്കേണ്ടത്, ജോയിനിങ് വരുന്ന സ്ഥലത്താണ്. അതായത് എക്സ്ട്രാ പീസ് ജോയിനിങ് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ബാക്കിൻ്റെ പീസും ഫ്രണ്ടിൻ്റെ പീസും കൂട്ടി യോജിപ്പിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ഇലാസ്റ്റിക് ആണ് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത്. 11 ഇഞ്ചാണ് ബാക്കിലും റൗണ്ട് വരേണ്ടത്. പക്ഷെ ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തേണത് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡിൻ്റെ പോർഷനിൽ ഈ ഒരു വീഡിയോയിൽ കാണണ പോലെ തന്നെ ഒരു സൈഡ് ഇലാസ്റ്റിക്കിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം കേട്ടോ. ശേഷമാണ് ആ എക്സ്ട്രാ നിൽക്കുന്ന മെറ്റീരിയൽ എല്ലാം നമ്മളൊന്ന് മടക്കി അടിച്ച് കൊടുക്കണത്. സ്ട്രേറ്റ് ബോട്ടൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തവർക്ക് ഇത് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെയാണ് ചെയ്യണത്. ആദ്യമായിട്ട് ചെയ്യണവരാണ് ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ കാണേണ്ടത്. അപ്പോൾ എക്സ്ട്രാ നിൽക്കണ മെറ്റീരിയൽ എല്ലാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ബാക്കിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ മെറ്റീരിയൽ വിട്ടിരുന്നു. അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്തും കുറച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇലാസ്റ്റിക് അടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇലാസ്റ്റിക് വലിച്ച് വേണം നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കണ മെറ്റീരിയൽ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തേണ കാരണം, അതായത് ഇലാസ്റ്റിക് 2 സൈഡിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വലിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ നിൽക്കണ മെറ്റീരിയൽസ് എല്ലാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൃത്യത്തിൽ തന്നെ വെച്ചിട്ട് വേണം. നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ വിട്ടിലായിരിക്കണം ഇലാസ്റ്റിക് ബാൻഡ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണണ പോലെ കൃത്യത്തിൽ വെച്ച് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു സ്കേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് ബാൻഡും ഇലാസ്റ്റിക്കും കൂടിയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചത്. ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ഓപ്ഷനിലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു അടിഭാഗം നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞാൽ, എക്സ്ട്രാ ഞാൻ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പൊക്കം വെക്കുകയാണ്, നമ്മളുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് ഒക്കെ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മടക്കി അടിക്കുക. ശേഷം നമ്മുടെ ടോപ്പ് ലൈനിങ്ങോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗം ചെയ്ത് വെച്ചാണ് ഈ ഒരു കോളർ ഉണ്ടല്ലോ, അത് നമ്മുടെ വീഡിയോയിൽ കാണണ പോലെ നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് ആ ഒരു കോളറിൻ്റെ ഔട്ടറാണ് നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
ആ ഒരു ഫ്യൂസിങ് പേപ്പറോട് കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വരാൻ പാടില്ല. അതിൻ്റെ അരികത്തോട് കൂടിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഫ്യൂസിങ് പേപ്പർ ഇല്ലാത്തവർക്ക് പേപ്പർ ക്യാൻവാസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. വളരെ കട്ടി കൂടിയ ക്യാൻവാസ് എടുക്കരുത്, കട്ടി കുറഞ്ഞ ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം 1/2 ഇഞ്ചിൻ്റെ ആ സീം അലവൻസ് വിട്ടിട്ട് നമ്മൾ ആ സൈഡ് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ കേവ്സിലെല്ലാം ചെറിയ ചെറിയ നോച്ചുകൾ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം ഇത് നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മറിച്ചെടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അയൺ ചെയ്തെടുത്താൽ അതും ബെറ്റർ ആയിരിക്കും കേട്ടോ. ശേഷം ആ ഒരു ആദ്യമേ തന്നെ നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ ഒരു പീസിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു ഔട്ടർ കാണാൻ വേണ്ടിയിട്ടാണ് നെക്കിൻ്റെ. എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ബാലൻസ് ഉള്ള ഇപ്പുറത്തുള്ള ആ ഒരു പീസിൻ്റെ ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോളർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പെയിൻറ്റ് പീസിൽ വെക്കുമ്പോൾ റോങ് സൈഡിൽ നിന്നാണ് കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കോളറിൻ്റെ നല്ല വശം നമ്മുടെ ഈ മെയിൻ പീസിൻ്റെ പൊട്ടവശത്തിനോട് കൂടി വെച്ചിട്ട് ആ നെക്കിൻ്റെ ആ ഒരു വിട്ട് അറിയാലോ, നമ്മൾ എക്സ്ട്രാ വിട്ടേണ ആ സീം അലവൻസോട് കൂടിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം തിരിച്ച് മറിച്ചെടുത്താൽ, അതായത് നമ്മുടെ ഈ ഒരു കെർവിൻ്റെ അവിടെ ഒരു നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു നെക്കിൽ ക്യാൻവാസ് വെക്കുമ്പോൾ നമ്മൾ അടിക്കുമല്ലോ, ആ പ്രോസസ്സ് തന്നെയാണ്. ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് സൈഡിൽ നിന്നാണ് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ അടിക്കണത്. ഇപ്പം ക്യാൻവാസ് വെച്ചടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് റോങ്ങിലോട്ടാണ് നമ്മൾ മറിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, റോങ് സൈഡിൽ നിന്നാണ് നമ്മൾ തിരിച്ച് മറിച്ചെടുക്കുന്നത്. ശേഷം നമ്മൾ ഈ ഒരു കോളറിൻ്റെ അലവൻസ് വിട്ടേണതെല്ലാം നമ്മളുടെ മെയിൻ പീസായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കോളർ പക്ക കിടന്നോളൂ കേട്ടോ. ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനായിട്ട് കോളർ നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയായിരിക്കും വരുന്നത്. ക്ലോസ് ചെയ്തടിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അതോ. അതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ അടിയിലൊക്കെ നമ്മളൊരു പീസ് വെച്ചിട്ട്, സ്ട്രെയിറ്റ് പീസ് വെച്ചിട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കില്ല, അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് വിട്ടത്. ആ ഒരു സീം അലവൻസോട് കൂടിയിട്ട് തന്നെ ആദ്യമേ ഒരു സ്റ്റിച്ച് അടിക്കുക. അതിനുശേഷം ആ ഒരു എക്സ്ട്രാ നിൽക്കണ ബാലൻസ് സീം അലവൻസ് പതിച്ചടിച്ചിട്ട് നമ്മൾ ഫുള്ളി ഫോൾഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹെം ചെയ്യാണ് ചെയ്യാറ് അടിഭാഗം. നിങ്ങൾക്ക് ഹെം ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കഴിയുക. അതിനുശേഷം ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഞാൻ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹുക്ക് വെക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഹുക്ക് വരുന്നത്. അവിടെ നല്ല വശത്തോട് കൂടിയിട്ടാണ് വേണം നമ്മൾ ആദ്യം ഈ ഒരു പീസ് അടിക്കാൻ. എന്നിട്ട് ആ ഒരു പീസ് നമ്മൾ തിരിച്ചു മറിച്ച് ഫുള്ളായിട്ട് തിരിച്ചു മറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെയിറ്റ് പീസ് റോങ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഫുള്ളി ഫോൾഡ് ചെയ്തെടുക്കരുത്. കുറച്ച് ഭാഗം പുറത്തോട്ട് നിൽക്കണ രീതിയിൽ കുറച്ച് അലവൻസ് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സാരി ബ്ലൗസൊക്കെ അടിക്കണവർക്കറിയാം ആ ഹുക്ക് വയ്ക്കാനുള്ള പട്ട അടിക്കാനായിട്ട്. അപ്പം ആദ്യമായിട്ട് കാണണവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഹുക്ക് വെക്കാനുള്ള പട്ട റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിലല്ല, സാധാരണ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണണ പോലെ തന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒത്തിരി തവണ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ മടക്കിയടിക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നെക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. ശേഷം നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഈ ബാക്കിൻ്റെ പോർഷനിലും അടിഭാഗം സ്ട്രെയിറ്റ് പീസ് യൂസ് ചെയ്തിട്ട് മടക്കിയടിക്കാനുള്ള ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. കാരണം സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഒരുമിച്ചാണ് ഇട്ടേണത്. അതുകൊണ്ടാണ് അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയത്. അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഒരുമിച്ച് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കും നമ്മൾക്കിത് ഫുള്ളും വാച്ച് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പോർഷനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഷോൾഡർ നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആണ് കൊടുക്കുന്നത്. രണ്ട് ഭാഗത്തെയും ഷോൾഡർ നമ്മളൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു സ്ലീവിൻ്റെ കെർവിൻ്റെ പോർഷനാണ് നമ്മൾ മടക്കി അടിക്കണത്. അപ്പോൾ അത് കെർവ് വന്നതുകൊണ്ട് തന്നെ ചിരിച്ച് വെട്ടിയതുകൊണ്ട് തന്നെ ആദ്യം നമ്മളൊന്ന് ഒരു ഫോൾഡ് ഇട്ടിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കി അടിക്കുക. അല്ലാതെ ഒരുമിച്ച് മടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. 2 തവണയായിട്ട് മടക്കി അടിച്ചാൽ മതി കേട്ടോ. ശേഷം നമ്മൾ അടുത്ത കട്ട് ചെയ്ത് വെച്ചാൽ സ്ലീവും കൂടിയും ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ട്രെയിറ്റ് ഭാഗമാണ് നമ്മുടെ ആം ഹോളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ യുടെ ലെങ്ത് കൂട്ടിയിട്ടിട്ട് ഏറ്റവും കൂടുതൽ മാക്സിമം എത്രയാണോ അതിൽ കൂട്ടിയിട്ടിട്ട് ഒന്നൊരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒന്ന് 2 സൈഡിൽ നിന്നും നമ്മൾ നൂല് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ ഫ്രിൽസ് ഈ ഒരു സ്ലീവിൽ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ആം ഹോളോട് കൂടിയിട്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. ഈ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല ഫ്രിൽസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്രസ് ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് രസം ഉണ്ടാവും കേട്ടോ. അയൺ ചെയ്തില്ലെങ്കിൽ തന്നെ അതൊരു പെർഫെക്ഷനിൽ നിൽക്കില്ല. കാരണം ഒന്ന് പൊന്തി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡും കൂടിയും ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം സൈഡ് പോർഷൻ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ്. ബാക്കിൽ ഹുക്ക് തുന്നാനും മറക്കരുത്. കാരണം ഹുക്കാണ് നമ്മൾ കൊടുത്തേണ്ടത്, സിബ്ബല്ല. കാരണം സിബ്ബ് കൊടുത്താൽ ചിലപ്പോൾ തല കിടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കോളറല്ലേ, ഫുള്ളി ഓപ്പൺ കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.